ഹായ്. നല്ല ഉഷ്ണമാണ്. ഇന്നലെ രാത്രി ഇവിടെ മഴ പെയ്തു. ഇന്നിപ്പം വെള്ളിയാഴ്ച, ഇന്നലെ വ്യാഴാഴ്ച മഴ പെയ്തു രാത്രി. പക്ഷേ ഉഷ്ണത്തിന് ഒട്ടും കുറവില്ല. വേർത്തൊലിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ചക്കയുടെ സീസൺ ആണല്ലോ അല്ലേ. ചക്ക കൊണ്ട് പല വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. ചക്ക വറുക്കാം, ചക്ക പുഴുക്കുണ്ടാക്കാം, ചക്ക വരട്ടി ഉണ്ടാക്കാം, ചക്ക പായസം, ചക്ക അട, അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ, ചക്ക പപ്പടം, അങ്ങനെ പല വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എനിക്കും ഒരു ചക്ക കിട്ടി. സാധാരണ ഈ ചക്ക സീസണിൽ ഞാൻ ചക്ക വറുക്കാറുണ്ട്. അപ്പോൾ ചേച്ചി തന്ന ചക്കയാണ്. അപ്പോൾ ഞാനത് അപ്പോൾ തന്നെ അത് പറിച്ച് ചുള പറിച്ച് അത് അതിൻ്റെ നാക്കുമുക്കെന്ന് പറയും, അതിൻ്റെ ചുളയുടെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഒക്കെ വെട്ടി അത് വേറെ കറി വെക്കാനെടുത്തു. എന്നിട്ടെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി. പക്ഷെ സമയം കിട്ടിയില്ല വറുക്കാൻ. അപ്പോൾ അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് 2 ദിവസമായി. സാധാരണ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ചക്ക ഇട്ട ഉടനെ തന്നെ ചക്ക അത് നന്നാക്കി ചക്ക വറുക്കുകയാണ് പതിവ്. അപ്പോൾ ഇതിനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ചക്ക വറക്കുമ്പോൾ നന്നാവും എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും നോക്കാം. ഓക്കെ. അടുപ്പിലാണ് കേട്ടോ ചക്ക, ഉരുളിയിലാണ് വറുക്കുന്നത്. ഗ്യാസ് കിട്ടിയിട്ടില്ല, ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡക്ഷനിൽ വെച്ച് ചെയ്യുന്നത് സേഫ് അല്ലാന്ന് തോന്നി. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നോക്കാം. ഇതാണ് കേട്ടോ നമ്മൾ ചക്ക അരിഞ്ഞു വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് നമ്മുടെ ഉരുളി അടുപ്പത്ത് വെച്ചു. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി. ഇപ്പോൾ നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു 1/2 ലിറ്റർ കൂടുതൽ വെളിച്ചെണ്ണ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, വറുത്ത് നോക്കിയിട്ട് ശരിയാവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും റെഡിയാണ്. അടുപ്പ് കത്തുന്നുണ്ട്. പിന്നെ ചക്കച്ചുള അരിഞ്ഞു വെച്ചത് ഇവിടെ ഉണ്ട്. ഇവിടെ ചക്ക വറുത്തിട്ട് കോരാനുള്ള പാത്രം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി ചക്ക എണ്ണ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ, വെളിച്ചെണ്ണ മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ചക്കച്ചുള വറുക്കാൻ തുടങ്ങാം. എണ്ണ മൂത്തോന്ന് എങ്ങനെ നോക്കാം? ഒരു ചുള ഇട്ട് നോക്കാം അല്ലേ. പൊന്തി വരുന്നില്ല അല്ലേ, ആയിട്ടില്ല. ഞാനിതിങ്ങനെ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. ചെയ്ത് നോക്കി നോക്കി അങ്ങനെ ഓരോന്നും ചെയ്യാണ് പതിവ്. പിന്നെ നമുക്ക് അമ്മ ഉണ്ടാവുമ്പോൾ അമ്മ ചക്കച്ചുളയൊക്കെ വറക്കും. അപ്പം ഇപ്പം അമ്മ ഇല്ല, എന്നാലും നമുക്ക് അമ്മയുടെ രുചികളൊക്കെ നമുക്ക് വേണമല്ലോ. അപ്പം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും. അതാണ്, അങ്ങനെയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാനാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ കഴിച്ച ശീലമുള്ള നമ്മുടെ അമ്മമാരുണ്ടാക്കി തന്നിട്ടുള്ള ഫുഡ് ട്രൈ ചെയ്ത് നോക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അവരുടെ ഒരു പ്രസൻസ്, ആ ഒരു കാലം എല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഇത് ചക്കച്ചുള ഇടാനുള്ള എണ്ണ മൂത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇട്ട് നോക്കാം. ആദ്യം ഒരു പിടി ഇട്ട് നോക്കാം കേട്ടോ. എന്നിട്ട് ഇതായിട്ട് ഇതൊക്കെ ആവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ചക്കച്ചുള ഇടാം. കാരണം ഫ്രിഡ്ജിൽ വെച്ച ചക്കച്ചുള ആയതുകൊണ്ടേ ഒരു വിശ്വാസക്കുറവ്. ഇത് നമ്മൾ ഉപ്പ് പച്ചവെള്ളത്തിൽ കലക്കി വെച്ചതാണ്. ഒരു 2 ടീസ്പൂൺ ഉപ്പ്, 2-3 ടീസ്പൂൺ ഉപ്പ് ഇപ്പം കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇത് മൂത്ത് വരുമ്പോൾ ഉരുളിയിലേക്ക് കുറച്ച് ഉപ്പുവെള്ളം തളിച്ചു കൊടുക്കുക പതിവ്. പലരും പല രീതിയിൽ ചെയ്യും. ചിലർ ആദ്യമേ ചക്കച്ചുള ഇങ്ങനെ നുറുക്കി വയ്ക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് പുരട്ടി പിന്നെ എണ്ണയിലേക്കിട്ട് വറുത്ത് കോരും. ചിലർ പിന്നെ വറുത്ത് കോരിയതിന് ശേഷം ഉപ്പ് ഇങ്ങനെ
ഒന്നിച്ചിട്ട് കൊട്ടി ഉപ്പ് റെഡിയാക്കി വയ്ക്കും. അപ്പോൾ നമ്മളിവിടെ വീട്ടിൽ അമ്മയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ ഉപ്പ് വെള്ളം കലക്കി വയ്ക്കും. എണ്ണ ചക്കച്ചുള മൂത്ത് വരുമ്പോൾ ഇത് ഈ ഉപ്പ് വെള്ളം തളിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ ചക്കച്ചുളയൊക്കെ അങ്ങ് വാടിപ്പോവും, വാടി കുഴഞ്ഞു പോവും. പിന്നെ വീണ്ടും ആ വെള്ളം വറ്റുമ്പോൾ എന്താവും, ചക്കച്ചുള നല്ല സ്റ്റിഫായിട്ട് തന്നെ വരും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് സക്സസ് ആവാറുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് സക്സസ് ആവുമോ എന്നുള്ളത് നമുക്കറിയില്ല. ചക്കയുടെ പരുവം ചിലപ്പോൾ ചില ചക്കകൾ വറുത്താൽ നന്നാവില്ല, ചിലപ്പോൾ ഈ ഫ്രിഡ്ജിൽ വച്ചതിന് എന്തെങ്കിലും പ്രശ്നമാവുമോ എന്നുള്ളതും അറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ചക്ക ആവുന്നുണ്ട്, വറന്ന് വരുന്നുണ്ട്. ഇവിടെ ഞാനിവിടെ ഉപ്പ് വെള്ളം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ലൈറ്റ് ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടായാൽ മതി കേട്ടോ. അങ്ങനെ ഹാർഡായിട്ട് ഇത് ഞാൻ കൂടുതൽ വെള്ളത്തിലാണ് ഇപ്പോൾ 2 ടീസ്പൂണോളം ഉപ്പ് കലക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുടിക്കുമ്പോൾ സാധാരണ ഓക്കെ, നമുക്ക് പറ്റാവുന്ന ഒരു ടേസ്റ്റ്, നോർമൽ ടേസ്റ്റ്, ഉപ്പിൻ്റെ ടേസ്റ്റ് മതി കേട്ടോ ഇതിലേക്ക് ഒഴിക്കാൻ. അപ്പോൾ ആ ഒരു പരുവത്തിൽ വെള്ളം കലക്കി വെച്ചാൽ മതി ഉപ്പ് തളിക്കാൻ, അല്ലെങ്കിൽ പിന്നെ ഉപ്പ് കൂടിപ്പോവും. നമുക്ക് നോർമലായിട്ട് ഫുഡിന് എത്രയാണോ ഉപ്പ് വേണ്ടത്, ഉപ്പിൻ്റെ ടേസ്റ്റ് വേണ്ടത്, അത്രയും വരുന്ന രീതിയിൽ ഈ വെള്ളത്തിനും അത്ര ഉപ്പിൻ്റെ ടേസ്റ്റ് മതി കേട്ടോ. ഇതിപ്പോൾ ചെറുതായി കലാ സൗണ്ട് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനമാണല്ലോ അല്ലേ. അപ്പോൾ എല്ലാ തൊഴിലിനും കുറച്ച് തൊഴിലെടുക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും അതിനൊരു മധുരമുള്ള ഒരു ഫലം ഉണ്ടല്ലേ. നമ്മുടെ ജീവിതമൊക്കെ നല്ല സുന്ദരമാവുന്ന തൊഴിലെടുക്കുന്നതുകൊണ്ടാണല്ലോ. അപ്പോൾ എല്ലാ തൊഴിലാളികൾക്കും ഇന്ന് മെയ് 1-ാം തീയതി പിന്നെ അന്താരാഷ്ട്ര തൊഴിലാളി ദിനാശംസകൾ. എല്ലാവരുടെയും ജീവിതവും നല്ല മധുരമുള്ളതാവട്ടെ, എല്ലാവർക്കും ഇന്നും തൊഴിൽ ഉണ്ടാവട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചക്ക ഇങ്ങനെ പറന്ന് റെഡിയായി വരുന്നുണ്ട്. കുഴപ്പമില്ല തോന്നുന്നുണ്ട് ഫ്രിഡ്ജിൽ വെച്ചാലും കേട്ടോ. അപ്പോൾ സമയത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇങ്ങനെയും ചെയ്യാം എന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ചെറുതായി കിലുകില സൗണ്ടൊക്കെ വരാൻ തുടങ്ങിയിട്ട് ഇളക്കുമ്പോൾ ഒന്നും കൂടി ആവട്ടെ അല്ലേ, ആവട്ടെ. ഈ ചക്കയുടെ പണികളൊക്കെ ഇച്ചിരി മെനക്കേടുള്ള പണിയാണ് കേട്ടോ. ചക്ക വറുക്കലായാലും ചക്ക വെക്കലായാലും, കാരണം അത് ഈ പൊളിച്ചെടുക്കുക, പിന്നെ അത് നുറുക്കി കഷ്ണങ്ങളാക്കുക, ചക്കക്കുരു നന്നാക്കുക. പക്ഷേ നമുക്ക് ഈ ചക്ക സീസണിൽ മാത്രമാണല്ലോ ഇപ്പോൾ ചക്ക നമുക്കിവിടെ കിട്ടുക. അപ്പോൾ ആ സമയത്ത് അതൊക്കെ ചെയ്യാഞ്ഞാലും ഒരു വിഷമമാണ്. നമ്മൾ ചെറുപ്പത്തിൽ അറിഞ്ഞിട്ടുള്ള രുചികളൊക്കെ നമ്മുടെ കുട്ടികളും അറിയണമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ അങ്ങനെ നിന്ന് പോവില്ലേ അല്ലേ. അരികൊക്കെ ഇങ്ങനെ ചുവന്ന് വരുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്താലോ, വെള്ളം ഒഴിക്കാം അല്ലേ. വെള്ളം തളിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഇത്രയും മതി കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ പൊട്ടലൊക്കെ മാറി ഒന്നും കൂടെ ഒന്ന് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അത് പോയിക്കോട്ടെ. എന്നിട്ട് നമുക്ക് കോരിയെടുക്കാം കേട്ടോ. നമുക്ക് കോരിയെടുക്കാം.
നല്ല കലപിലാ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പം സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചക്ക ഇട്ട ഉടനെ ചുള വരച്ച് സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ ചുള വരച്ച് വെച്ചിട്ട് സാവധാനം 2 ദിവസമൊക്കെ കഴിഞ്ഞ് ചക്കച്ചുള വറുത്താലും ശരിയാവും എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി കേട്ടോ. ഇതിപ്പം മോൻ വന്ന് വാരി കൊണ്ടുപോയിട്ടോ. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടേ ഉള്ളൂ. അവനൊരു പാത്രമായിട്ട് വന്ന് ആ നേരത്തെ ഫസ്റ്റ് ട്രിപ്പിൽ വറുത്തത് പകുതിയും വാരി കൊണ്ടുപോയി. ഇപ്പോൾ പലതും പല വരണമൊക്കെയാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് അതൊക്കെ മതിയല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിൽ വറുക്കുന്ന ഈ ചക്കച്ചുള വറുത്തതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അത് ചിലപ്പോൾ അവർ എനിക്ക് തോന്നുന്നു വെയിലത്ത് ഇട്ട് ഉണക്കിയതിന് ശേഷം എണ്ണയിൽ വറുത്ത് എടുത്ത് പോരുന്നാന്ന് തോന്നുന്നുണ്ട്. ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകാറുണ്ട്. നമ്മൾ വീട്ടിൽ വറുക്കുന്നതിനാണ്, ഇങ്ങനെ ഡയറക്റ്റ് നമ്മൾ പച്ചച്ചക്ക വറുക്കുന്നതിനാണ് ടേസ്റ്റ് തോന്നാറ്. നല്ല മഞ്ഞ കളറിലുള്ള നല്ല സ്വർണ്ണ നിറത്തിലുള്ള ഈ ഒരു മൂപ്പാണ് കേട്ടോ നല്ല പാകം. ഇവിടെ ഞാൻ മൂന്നാമത് വറുത്തപ്പോൾ കുറച്ച് ഡാർക്കായി പോയിട്ട്. ഇത്രയും ഡാർക്ക് ആവണ്ട കേട്ടോ. ഈ ഒരു രീതിയിൽ കഴിക്കുമ്പോഴാണ് നമുക്ക് ടേസ്റ്റ്. ഇത് ഇച്ചിരി കൂടുതൽ എൻ്റെ ശ്രദ്ധ ഒന്ന് തെറ്റിപ്പോയപ്പം കുറച്ച് കൂടുതൽ മൂത്ത് പോയിട്ടുണ്ട്. ഈ ഒരു പാകമാണ് നല്ലത് കഴിക്കുമ്പോൾ, ടേസ്റ്റ് അതാണ്. അപ്പോൾ നമ്മുടെ ചക്ക വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിലുകിലാ ചക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലാണ് ചക്ക വറുത്തത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് അധികം ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ആയിട്ടില്ല. ഒരു 700 ഗ്രാം വെളിച്ചെണ്ണ എടുത്തതിൽ നമുക്ക് ഇനിയൊരു 200-250 ഗ്രാം വെളിച്ചെണ്ണ അതിൽ തന്നെ ബാക്കി, 200 ഗ്രാമോളം വെളിച്ചെണ്ണ അതിൽ ബാക്കിയുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വേനൽക്കാലത്ത് ഈ ചക്ക സീസണിൽ ചക്കയൊക്കെ വറുത്ത് നോക്കുക. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും വറുക്കുന്നുണ്ടാവും, എന്നാലും ഞാൻ ഒന്നുകൂടി പറയണം. ഓക്കെ, താങ്ക് യു.